ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ഇതുവരെ 3 സർവേകളാണ് സംസ്ഥാനത്ത് നടത്തിയത്. നവംബർ അവസാനം വിലയിരുത്തിയതടക്കം 3 സർവേകളും നിലവിലുള്ള സാഹചര്യം രാഷ്ട്രീയമായി അനുകൂലമാക്കാൻ സംഘടനാ പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് തടസ്സമായതായി കേന്ദ്ര നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. ബി.ജെ.പി. പ്രവർത്തകർ, മറ്റു രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ, നിഷ്പക്ഷർ, സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ, മാധ്യമ പ്രവർത്തകർ തുടങ്ങി 7 വിഭാഗങ്ങളിൽ നിന്നാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ കുമ്മനത്തെ ശരണം പ്രാപിക്കണമെന്നതാണ് സർവേയുടെ പൊതുവികാരം. പാർട്ടി പ്രവർത്തകരിൽ ഭൂരിപക്ഷവും നേതൃത്വത്തിലെ ഭിന്നതയിൽ ആശങ്കയുള്ളവരാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടി സമ്മാനിക്കുമെന്ന് അവർ കരുതുന്നു. ബി.ജെ.പി. ഇതര വിഭാഗത്തിന്റെ നിലപാടും സംസ്ഥാന ബി.ജെ.പിയിലെ വിഭാഗീയത സീമകൾ ലംഘിച്ചതായാണ്. കേന്ദ്ര സർക്കാർ നേട്ടങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ യാതൊരു ശ്രമങ്ങളും സംസ്ഥാന ഘടകം നടത്തിയില്ലെന്ന് സർവേ വ്യക്തമാക്കുന്നു. ശബരിമലയുടെ പേരിലുള്ള അനുകൂല വികാരത്തെ വോട്ടാക്കി മാറ്റാൻ ഇപ്പോഴുള്ള നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കിയാൽ സാധിക്കില്ലെന്നതാണ് സർവേ നൽകുന്ന മറ്റൊരു പ്രധാന മുന്നറിയിപ്പ്. പൊതുസമ്മതരായ ആളുകൾ സ്ഥാനാർത്ഥികളായാൽ മാത്രമേ ഗുണമുണ്ടാകൂ. നേതൃത്വത്തിന്റെ സഹിഷ്ണുതയില്ലാത്ത പ്രതികരണവും അസ്വസ്ഥതയുണ്ടാക്കുന്നതായാണ് സർവേ വ്യക്തമാക്കുന്നത്. സമരപരിപാടികൾ താഴെത്തട്ടിൽ ആലോചിക്കുന്നില്ല. ഇക്കാര്യത്തിലും സർവേയിൽ പങ്കെടുത്ത പാർട്ടി അംഗങ്ങൾ അതൃപ്തി വ്യക്തമാക്കുന്നു. എൻ.ഡി.എയിൽ നിന്ന് ഘടകകക്ഷികൾ പോകുന്നത് ബി.ജെ.പി. നേതൃത്വത്തിന്റെ വീഴ്ച കൊണ്ടാണെന്ന വിലയിരുത്തലും സർവേ നടത്തിയിട്ടുണ്ട്. ബി.ജെ.പി. ദേശീയ നേതൃത്വം കഴിഞ്ഞ ദിവസം സർവേ ഫലം വിലയിരുത്തി. സർവേ ശൃംഖലകളിലെ 4ാമത്തെ സർവേ ജനുവരി ആദ്യവാരം ആരംഭിക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. This is 24.